കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടതാണേ. ഇടവേള ബാബുവിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു. ഇത് കണ്ടോ? ആത്മകഥയുടെ പേര് ഇടവേളകളില്ലാതെ ഇടവേള ബാബു. ഇടവേളകളില്ലാതെ എന്ന് അയാളുടെ ആത്മകഥയുടെ പേരാണ്. ഇടവേളകളില്ലാതെ ഇടവേള ബാബു. കണ്ടോ? ഇടവേളകളില്ലാത്ത ഇടവേള ബാബു. ഞാൻ ചുമ്മാ ഉണ്ടെന്ന് ഗൂഗിളിൽ കയറി ചുമ്മാ, ഞാൻ പണ്ടിക്ക് നമ്മൾ ഇന്റർവെൽ ബാബു എന്ന് വിളിക്കുവാണല്ലോ. അപ്പൊ അതിനകത്ത് കയറി നോക്കി ഇടവേളകളില്ലാതെ ഇടവേള ബാബു എന്ന് പറഞ്ഞൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കി. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ രസമാണ്. ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ്. രസമുണ്ട്. ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ്. ഒരു കഥയും പോട്ടെ. ഇത് ആത്മകഥ ആരെങ്കിലുമൊക്കെ മേടിച്ച് വായിക്കണം കേട്ടോ. മലയാള ലിറ്ററേച്ചറിൽ ഇതുപോലൊരു ആത്മകഥ ഇനി വരാനുണ്ടാകത്തില്ല. അത്രയ്ക്ക് സംഭവമായിരിക്കും. കാരണം ആരാ ഈ ഇടവേള ബാബു എന്നറിയാമല്ലോ. അത്ര മഹാന്മാരുടെയൊക്കെ ഈ ആത്മകഥകൾ ഇറങ്ങാറ്. അപ്പൊ ഇതൊക്കെ വായിച്ച് അതിൽ നിന്നും പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതമാർഗ്ഗം അല്ലെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പഠിച്ച് മിടുക്കരായി ഈ ഇന്റർവെൽ ബാബുവിനെ പോലെ ആവാം. അങ്ങനെയൊക്കെ ആകാൻ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും ഇന്റർവെൽ ബാബുവിന്റെ ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ് എന്ന ഈ ആത്മകഥ. എന്തല്ലേ ഇവരുടെയൊക്കെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഇതാ. ഇത് മോഹൻലാൽ എന്തുകൊണ്ട് ഈ ബ്ലോഗ്സ് ഇങ്ങനെ എഴുതുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുതുക, പുസ്തകം പ്രകാശനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്തോ മഹാസംഭവം പോലെ അന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങനെയുള്ള ചിന്തയൊന്നും വരത്തില്ല. ഈ അവാർഡ് മേടിക്കണം, കുറെ അവാർഡ് പോയി മേടിക്കത്തില്ലേ ഇവര്, അവിടെ അവാർഡ് ഇവിടെ അവാർഡ്. ഇവർക്ക് ഈ അവാർഡ് മേടിക്കുന്ന ഇഷ്ടമായതുകൊണ്ടുള്ള ചാനലുകാർ എല്ലാവരും അവാർഡ് കൊടുക്കാൻ തുടങ്ങി സിനിമാടന്മാർക്ക്. പണ്ടൊക്കെ അവാർഡിനൊക്കെ ഒരു വില ഉണ്ടാകും. എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകങ്ങൾ എഴുതി പ്രകാശനം ചെയ്ത് ആറാട്ടെണ്ണം കണ്ടില്ലേ? മോഹൻലാൽ ദ ഇന്റലക്ച്വൽ ഡയറക്ടർ എന്നോ എന്തോ ജീനിയസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളൊക്കെ എഴുതി വെച്ചു മോഹൻലാൽ. അപ്പോ ജീനിയസ് ഒക്കെ പിന്നെ കൊറോണ ഒക്കെ വന്ന സമയത്ത് പറയുന്നുണ്ട് അത് ശാസ്ത്രീയമായ പല കാര്യങ്ങളും, ബാക്ടീരിയ വൈറസിനെയൊക്കെ കൊല്ലാൻ വിളക്ക് കത്തിക്കണമെന്നും കൈകൊട്ടണമെന്നൊക്കെ. അങ്ങനെ ഒരുപാട് ശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ഒരു ജ്ഞാനിയാണ് ഈ മോഹൻലാൽ. ആ കൂട്ടത്തിലുള്ളതാ ഈ ഇന്റർവെൽ ബാബു. ചുമ്മാ കയറി നോക്ക്, നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ഇട്ട് നോക്കുക, അപ്പൊ കാണാം ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ് എന്ന് പറഞ്ഞ ഒരു ബയോഗ്രഫിയെ പറ്റിയൊക്കെയുള്ള. എന്നാൽ ഇയാളെയൊക്കെ ആത്മകഥ ഏത് പട്ടിക്ക് വായിക്കണമെന്ന് എനിക്കറിയാൻ പറ്റുന്നത്. ഇവിടുത്തെ പട്ടിക്ക് ഇട്ട് കൊടുത്താൽ പോലും അതെനിക്ക് തോന്നുന്നില്ല, അത് കടിച്ചു പോലും പറിക്കത്തില്ല. അതുപോലെ അങ്ങ് റിജക്ട് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചിട്ടൊന്നൊരു പട്ടിയുടെ മുന്നിലോട്ട് ഇട്ട് നോക്കാം. പട്ടി തിരിഞ്ഞു പോലും നോക്കാതെ പോയിക്കളെ. വേറെ എന്ത് എല്ലും കഷ്ണം ഇട്ടാ പട്ടി എടുക്കും. അത് പിന്നെ പട്ടിയുടെ വെറുതെ കോമഡിക്ക് എന്നാലും ആർക്കും വേണ്ടാത്തൊരു ബുക്ക് ഇറക്കിയെന്ന്. ആർക്ക് വേണം ഇത്? ഇതൊക്കെ ആര് വായിക്കാനാ? എന്തിനിത് വായിക്കുന്നത്? വേറെ ലോകത്ത് പുസ്തകമൊന്നും ഇല്ലേ? പുസ്തകം വായിക്കുന്നവരാരും ഇത് വായിക്കത്തില്ല. കാരണം ഈ പുസ്തകമൊക്കെ വായിക്കുക എന്ന് പറയുന്നത് പലർക്കും, ഒരുപാട് പേർക്ക്, കൂടുതൽ പേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസവും ഒക്കെ അറിവും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. വിദ്യാഭ്യാസം ഉള്ളവരാണ്. പിന്നെ അങ്ങനെ പ്രശ്നമുണ്ട് ഈ പുസ്തക വായനയ്ക്കകത്ത്. ഈ ലിറ്ററേച്ചറൊക്കെ മനസ്സിലാക്കാൻ പാടാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് കോഫി, ടീ, അല്ലെ കപ്പിനകത്ത് കുറച്ച് ജ്യൂസ് ഒഴിച്ചാൽ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ജ്യൂസ്. വലിയ കപ്പാണ്, അല്ലെങ്കിൽ ബിയർ ഗ്ലാസ് അല്ലേ, ബിയർ ഗ്ലാസ്. നോട്ട് എവരിബഡീസ് ബിയർ ഗ്ലാസ്, ബിയർ ഗ്ലാസ് കപ്പ്, ബിയർ ഗ്ലാസ് ഓഫ് ബിയർ. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തോ ഒഴിക്കുന്നോ അതുപോലെ കേട്ടോ. അപ്പോൾ അത് അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ സാധനമൊക്കെ ഇരുന്നേച്ചത്. അതുപോലെ തന്നെ അവാർഡ് ഉണ്ടാകുന്നു. വേണ്ട അവാർഡ്, ഭയങ്കര സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനം കാണിക്കും. അന്നത്തെ അപ്പോൾ ഇയാളാണോ ഇന്നത്തെ മികച്ച നടൻ, ബാക്കിയുള്ളവരൊക്കെ ഓരോ ഊമാനാണോ പടത്തിൽ അഭിനയിക്കുന്നതൊക്കെ ചോദിച്ചു പോകുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും എല്ലാ വർഷവും ഉണ്ട് താനും. ഓരോ വർഷമായത് ഈ വർഷത്തെ ഈ ആഴ്ചയായി ഇപ്പോൾ വന്നു ഓരോ ആഴ്ചയിലും അവാർഡായി. ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി. ഇത് വായിക്കണ്ട, അല്ലാതെ തന്നെ മനസ്സിലാവും. നല്ല കോമഡി ആയിരിക്കും അല്ലേ? എന്തോ ഒരു പൊട്ടത്തരമാണോ കാണിക്കുന്നത്. ഇന്റർവെൽ ബാബുവിന്റെ പുസ്തകം വായിക്കാത്തതിന്റെ ഒരു കുറവുണ്ട്. ഇത് വല്ല മറ്റേ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാണെങ്കിലും നല്ലതാണ്. അങ്ങനെ ചെയ്യണം. നമ്മൾ പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ നെൽസൺ മണ്ടേല, ബാബാംദെ അല്ലല്ലോ ആണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആരാണ്ടൊക്കെ നമ്മൾ പിന്നെ ബീതോവനെ പറ്റിയൊക്കെ പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ്. ഇത് പഠിക്കണം പിള്ളേർ. എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ മേലിൽ ഇങ്ങനത്തെ ഊളത്തരങ്ങൾ അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാം. എല്ലാം ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും പൊട്ടന്മാർ പിന്നീട് പുസ്തകം എഴുതാനൊക്കെ പോയതിരിക്കും, ഇങ്ങനെ പ്രകാശനം ചെയ്തെന്ന് വരും കേട്ടോ, ഒരു ഉളുപ്പും ഇല്ലാതെ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വളർന്നു വരുന്ന തലമുറയെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കരുത്, ഇമാതിരി ഊളത്തരം കാണിക്കരുത്, ഇതൊരു ഊളത്തരം മാത്രമാണ്, അതിനപ്പുറത്തോട്ട് വലിയ വിലയൊന്നുമില്ല. ഇത് കൂട്ടുകാരൊക്കെ തന്നെ മേടിക്കേണ്ടി വരും.
ഇന്റർവെൽ ബാബുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ഇത് മേടിച്ച് വായിക്കത്തില്ല മേടിച്ച് വെക്കും. ഇത് ഓട്ടോ അവൻ എഴുതി കോപ്പ് എന്ന് പറഞ്ഞോട്ട് മേടിക്കും. അല്ല ആർക്ക് വേണോ ഇതൊക്കെ? ഇയാളെ പറ്റിയൊക്കെ ആർക്ക് അറിയണം? എനിക്കത് അറിയാൻ പറ്റത്തില്ല. ഇയാളെ പറ്റിയൊക്കെ ആർക്ക് അറിയണ്ടേ? ഇതുകൂടെ ചെയ്തില്ല അതും ഇല്ല. ഇപ്പൊ ഇത് പറയാൻ തന്നെ കാരണമായത് അതിനൊക്കെ കൊള്ളാം കേട്ടോ, അതിന് കൊള്ളാം. ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഊളത്തരം കാണിക്കുന്നത്. എന്നാൽ പിന്നെ വേറെ എന്തെല്ലാം ഊളത്തരമുണ്ട് കാണിക്കാൻ? ഇതൊരു സ്പെഷ്യൽ ഊളത്തരമാണോ? ഇതൊരു ടൈപ്പ് ഓഫ് ഊളത്തരം കേട്ടോ, കൊള്ളാം, നല്ല ഊളത്തരമായാലും. ഇങ്ങനത്തെ ഊളത്തരങ്ങൾ സിനിമാടന്മാരുടെ ഭാഗത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അതിനകത്ത് മെയിൻ പരിപാടിയാണ് ഈ മോഹൻലാലിന്റെ ബ്ലോഗ്. ഇത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പാഡിൽ എഴുതി വെക്കും, ദൈവത്തിന് കത്തെഴുതുകയാണ്. അങ്ങനെ ദൈവത്തിനൊക്കെ കത്തെഴുതുന്ന ആൾക്കാർക്ക് കൊറോണയുടെ വൈറസിനൊക്കെ വേണം പ്രാർത്ഥിച്ചില്ലാണ്ടാക്കാനൊക്കെ പറ്റും. ആ ടീമാ, അതിന്റെ ഹെഡാണ് മറ്റേ പുള്ളി. ഇത് അത് പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. ഇപ്പൊ ഉണ്ണിമുഖത്തിനും വേറെ പൃഥ്വിരാജും ഒക്കെയാണ് അവിടെ അമ്മയുടെ ഭയങ്കര സംഭവമാണെന്നാ പറയുന്നത്. ഇവരൊക്കെ തന്നെ കൂടി ഏണ്ടൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് ഇവന്മാരൊക്കെ തന്നെ ഇതുപോലെ ഒരു ഉത്തരവൊക്കെ വന്ന് പ്രകാശിച്ചത് ഏത് ഇത് വേണം ഇതൊക്കെ? എവിടുന്ന് വന്നതാണെന്നാ മനസ്സിലാവാത്ത. എവിടുന്ന് ഇറങ്ങി വന്നടേ ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നു? ഇടവേളകളില്ലാതെ ഇടവേള ബാബു സിനിമയെന്നൊക്കെ നല്ല വലിയൊരു ഇടവേളയാണ് കുറേ നാള്. സിനിമയിലേക്ക് കയറാൻ പറ്റുന്നില്ല. പിന്നെ അമ്മയെന്നൊക്കെ പറഞ്ഞാണ്ട് ഊത്ത സംഘടനയുണ്ട്. ആ സംഘടനയുടെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തിയേക്കുവാണ്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ആരോടെ വേണ്ടേ ബിൽഡിങ്ങിന് ചോദിക്കാനൊക്കെ. ഹാരിസ് മറ്റേ ഫ്ലാറ്റിനൊക്കെ ഉണ്ട്, കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞ പോലെ അമ്മയുടെ ആ ബിൽഡിങ്ങിനകത്ത് പോയിരിക്കും. അതാണ് പണി. ഇനി ഇതിന്റെ കുറെ സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണും, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനത്തെ കുറെ എണ്ണനെ പിടിച്ചിരുത്തണമല്ലോ എന്ന് പറഞ്ഞ പോലെ കൊണ്ടിരുത്തിയേക്കുവാണ്. വലിയൊരു ഇടവേളയാണ് സിനിമയെന്ന്. പിന്നെ അങ്ങോട്ട് ഇടവേള മാറിയില്ല. ആ പുള്ളിയുടെ പഠിക്കണ്ടേ ഇനി സിനിമാടനാവാൻ വന്നതാ. അധികം പടവും ഇല്ല. ലാസ്റ്റ് ഇതുപോലെ സംഘടന ഉണ്ടാക്കി വെച്ചപ്പോൾ പടം ഇല്ലാത്തവന്മാർക്കല്ലേ ഇത് പറ്റത്തുള്ളൂ ഇതിനകത്ത് കയറിയിരിക്കാൻ. അല്ലാതെ സിനിമയായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളുള്ളവർക്ക് കയറി അമ്മയുടെ ഓഫീസിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ലോ എന്ന് വെച്ചാൽ സൈഡ് ആയവന്മാരാണ്ട് പിടിച്ചിരുത്തിയപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ സൈഡ് ഇന്റർവെൽ പോലും ഇല്ലാത്ത ആളാണ് മനസ്സിലാക്കിക്കൊണ്ടിരുത്തിയാണ്ട് പീസാന്ന് തോന്നിയത്. അല്ലാതെ ഏറെ കൊള്ളാൻ നടന്മാരൊന്നും ഏറ്റെടുക്കാത്ത കേസുകളാണ് കൂടുതലും. മനസ്സിലായില്ലേ? അങ്ങനെ കണ്ട് കുത്തിയിരിക്കുവാന്ന്. അല്ലാതെ ഇയാൾ സിനിമയിലൊന്നും അങ്ങനെ അധികം അഭിനയിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അമ്മയുടെ മഹാസംഘടനയുടെ പഠിക്കാനുണ്ട്. ഇത് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും, ഉറപ്പാ. ഇത് ചരിത്രമാണ്. ഇടവേള ഇന്റർവെൽ ഇല്ലാതെ ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ് ഈസ് എ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ സിനിമ അല്ലേ? എന്തോ അല്ലേ? ആരാണ് ഇയാളൊക്കെ? എനിക്കറിയാൻ പറ്റില്ല. ഇയാളാരാ? ഇയാളുടെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇയാളുടെ ഏതാ പടം. അവിടെ ഇവിടെ കൂടെ സൈഡിൽ കൂടെ പോകുന്ന എന്തൊക്കെ ഓർമ്മയുണ്ടെന്നല്ല, ഒരു ഡയലോഗ് പോലും ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടേ? അടിച്ചു കയറി വാന്ന് പറയുന്ന ഏതെങ്കിലും ഡയലോഗ് എടുത്ത് ആരെങ്കിലും ഒന്ന് വൈറലെങ്കിലും ആക്കണേ. അതുപോലും ഇല്ല. ഉണ്ടാവും ചിലപ്പോൾ എവിടെയെങ്കിലും കൂറത്തരം കാണിച്ചിട്ടുണ്ടാവും. അതുവല്ല ആരുടെ അടുത്തൊന്ന് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിലൊന്നും വിടാൻ ഇന്റർവെൽ ബാബുവിനൊക്കെ ആരും കാണും. ഇയാൾ ആരാന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയും, പുതിയ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കാണുക. ഇപ്പൊ ഇത് ഈ അടുത്തിടെ വന്ന വാർത്ത പോലെ അടിച്ചു വിട്ടേക്കുക. ഇന്റർവെൽ ബാബു വിത്തൗട്ട് ഇന്റർവെൽസ് ഒരു സംഭവം ഇറങ്ങി. ഇയാൾ ആരാന്ന് ചോദിച്ചാൽ പഴയ പടമൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ സൈഡിലൊക്കെ ഉണ്ടെന്ന്. കുറച്ച് നേരം സ്ക്രീൻ ടൈം പോലും കുറവാ. ആ ടീമാ എടുത്തോണ്ട് പോണേ പുത്തളം ഉണ്ടാക്കാൻ കൊണ്ടുവന്നേക്കുന്നു.